റിപ്പോർട്ടർ നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഇടപെട്ട DGP. അന്വേഷണം ലോൺ ആപ്പിൽ ചുരുക്കരുത്. ആപ്പ് ഭീഷണിയുടെ ആധികാരികത പരിശോധിക്കാൻ സൈബർ സംഘത്തെ ഉപയോഗിക്കണം. അധ്യാപകർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കണമെന്നും DGP നിർദ്ദേശിച്ചു. മരണത്തെ ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞ് ചുരുക്കാൻ സമ്മതിക്കില്ലെന്ന് കുടുംബം പ്രതികരിച്ചു. അന്ന് കോളേജുള്ള ദിവസമാണ്. അവനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ടുമുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം പിന്നീട് അവൻ്റെ സുഹൃത്തുക്കളാരോ ഒരാൾ അവനെ വിളിച്ചപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്. അത് പോയിരിക്കുന്നത് ഡെൻ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ അടുത്ത നമ്മുടെ കാഷ്വാലിറ്റി ബിൽഡിങ്ങിലേക്കാണ് നടന്നു പോകുന്ന ആ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ മീറ്റിങ്ങിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ടീച്ചർക്ക് ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ പോകുന്നെന്ന് പറയുന്നത് ഞങ്ങൾ അറിയുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അന്ന് പോയി ബോഡി സ്വീകരിച്ച് നമ്മൾ തിരിച്ചു വന്നു. ഈ നിമിഷം വരെ ആരും അവിടെ നിന്ന് വിളിക്കുകയോ നേരിട്ട് വരികയോ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഹരിമോഹൻ ചേരുന്നു. ഹരി, ഇതിൽ ലോൺ ആപ്പിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തുകയും നടപടികൾ ഉണ്ടാകേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കോളേജിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ലോൺ ആപ്പ് എന്നും പറഞ്ഞ് മറ്റ് കാരണങ്ങളെ ചുരുക്കി കാണാൻ പറ്റുന്നതല്ല. എന്തായാലും സൈബർ സംഘത്തേക്ക് ഉപയോഗിച്ച് ഇതിലൊരു കണ്ടെത്തൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. DGPയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? പക്ഷേ തീർച്ചയായിട്ടും ഈ ലോൺ ആപ്പിന്റെ പേര് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളെ ചുരുക്കാൻ കഴിയുന്നതല്ല. കാരണം അത് ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആശങ്ക അത് അന്വേഷണത്തിലുള്ള അതൃപ്തി കൊണ്ടൊന്നുമല്ല. പക്ഷേ ഈ അന്വേഷണം ഏതെങ്കിലും ഘട്ടത്തിൽ വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമം അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശങ്ക ആ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. ആ ആശങ്കയുമായിട്ടാണ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി അവർ നേരിട്ട് കാണാനെത്തിയത്. അദ്ദേഹത്തോട് അവർ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാന ആശങ്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത്, സഹപാഠികളടക്കം അല്ലെങ്കിൽ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് അറിവുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കടുത്ത ജാതീയ പീഡനവും മാനസിക സമ്മർദ്ദവും ഇതിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് മൊഴിയടക്കം തരാൻ സഹപാഠികൾ തയ്യാറാണ്. നിരവധി ആളുകൾ തങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ലോൺ ആപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോൺ ആപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായ ഭീഷണി എന്നുള്ള നിലയിലേക്ക് അധ്യാപിക കൊടുത്ത പരാതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് തങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതല്ല മരണകാരണം, അല്ലെങ്കിൽ അതാണ് മരണകാരണം എന്നുള്ള നിലയിലേക്ക് അന്വേഷണം പോകാൻ പാടില്ല എന്നുള്ളതാണ് കുടുംബം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയത്. ലോൺ ആപ്പിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം. അതിന്റെ ആധികാരികത, ഈ വന്ന സന്ദേശങ്ങൾ, ഭീഷണി കോളുകൾ എല്ലാത്തിൻ്റെയും ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തണം. പക്ഷേ കൃത്യമായി കാരണം കണ്ടെത്തണം. അത് ലോൺ ആപ്പ് അല്ലെങ്കിൽ മറ്റെന്ത് കാരണമാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തണം. ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും, അത് ജാതി പീഡനവും മാനസിക സമ്മർദ്ദവും അടക്കമുള്ള കാര്യങ്ങൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആരോപണം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയ നിതിൻ രാജ് കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നടന്നത് എന്താണ് എന്നതടക്കം കൃത്യമായി മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് കുടുംബം പ്രത്യേകമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശങ്ക പരിഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചുരുക്കിക്കെട്ടി ലോൺ ആപ്പിലേക്ക് ചുരുക്കിക്കെട്ടിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് അങ്ങനെ വേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമുണ്ട് എന്നുള്ളൊരു സംശയത്തിന് ബലം കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുമെന്നുള്ളത് തന്നെയാണ്. അതിൽ കൂടുതൽ സഹപാഠികൾ ഉണ്ടാവും. ഇതിന്റെ ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സൈബർ സംഘത്തിന്റെ അന്വേഷണം അടക്കം ഇതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.